അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന പ്രവാസികൾക്കും മറ്റേതെങ്കിലും ആളുകൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആദ്യമായിട്ട് ഹാപ്പി ഈദ് മുബാറക്. എല്ലാവർക്കും ഒരു നല്ല ബലിപെരുന്നാൾ ആശംസിക്കുകയാണ്. ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ് റീയൂണിയൻ. 10ാം ക്ലാസ്സിൽ പഠിച്ചത്, +2 പഠിച്ചത്, കോളേജിൽ പഠിച്ചത്, ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ച ആളുകളുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം റീയൂണിയൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ ഇത്തരം റീയൂണിയന് പോകുമ്പോൾ ഒരു തരത്തിലും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നോക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാർ റീയൂണിയൻ്റെ പേരിൽ ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീയൂണിയന് വേണ്ടി ഇങ്ങനെ കിടന്ന് മരിക്കുന്നുണ്ടെങ്കിൽ ആ റീയൂണിയൻ എന്നുള്ളത് നമ്മുടെ ലൈഫ് തന്നെ തകർക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് തോന്നും ഇതെന്താ ഒരു പുരോഗമനപരമല്ലാതെ വളരെ യാഥാസ്ഥികമായിട്ട് സംസാരിക്കണം. അതുകൊണ്ടല്ല, ഒരുപാട് അനുഭവങ്ങളുള്ളത് കൊണ്ടാണ്. ഈ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിച്ച കുട്ടികളുടെ പിന്നീട് റീയൂണിയൻ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് കുടുംബം കൊണ്ട് തകർക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം പറയും. പ്രേംകുമാർ എന്നൊരു കോട്ടയംകാരൻ. ഈ കോട്ടയംകാരൻ തൻ്റെ 2 ഭാര്യമാരെ ഇല്ലാതാക്കിയത് ഈ റീയൂണിയൻ്റെ പേരിലാണ്. തൃശ്ശൂർ ഭാഗത്ത് ഒരു യുവതിയും അവരുടെ അമ്മയിനെയും മരിച്ചതിൽ കണ്ടു. അതായത് വീട്ടിൽ നിന്ന് അനക്കങ്ങളൊന്നും ഇല്ലാതെ അയൽപ്പക്കത്തുള്ള ആളുകൾ ചെന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു യുവതിയായ സ്ത്രീയും അവരുടെ അമ്മയും മരിച്ചിട്ട് ദിവസങ്ങളായി മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണത്തിലാണ് ഇവരിഞ്ഞ് സ്വയം ജീവനൊടുക്കിയതാണോ അതാരെങ്കിലും ചെയ്തതാണോ എന്നൊക്കെയാണ് സംശയം. പരിശോധനയിൽ 2 പേരും 2 സമയത്തായിട്ടാണ് മരണപ്പെട്ടതെന്ന് മനസ്സിലായി. 2 പേരെയും തീർത്ത് കളഞ്ഞതാണ്, ഇല്ലാതാക്കിയതാണ്. ആരാണ് ചെയ്തത്? കൂടെ താമസിക്കുന്ന ഭർത്താവായ പ്രേംകുമാർ എന്നൊരു കോട്ടയംകാരൻ. അങ്ങനെ ഈ പ്രേംകുമാറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അറിയുന്നത്. പ്രേംകുമാർ മുമ്പ് കല്യാണം കഴിച്ച ഒരു ഭാര്യയോടൊപ്പം സുഖമായിട്ട് ജീവിക്കരുന്നു. 2 പേരും ഒരു വാടക വീട്ടെടുത്ത് വിദ്യ എന്നായിരുന്നു ഈ പ്രേംകുമാറുടെ ഭാര്യയുടെ പേര്. നല്ല സന്തോഷം ജീവിക്കുമ്പോഴാണ് ഈ ഒരു പ്രേംകുമാർ റീയൂണിയനിൽ പോകുന്നത്. അതായത് സ്കൂളിൽ പഠിച്ച കൂട്ടുകാരും എല്ലാവരും ഒന്നിക്കുന്ന ഒരു റീയൂണിയൻ. അങ്ങനെ റീയൂണിയനൊക്കെ പോയിട്ട് അവിടെ നിന്ന് കൂടെ പഠിച്ച ഒരു പെൺകുട്ടിനെ പ്രേംകുമാർ കണ്ടു. 2 കൂട്ടരും അന്ന് ചെറിയൊരു പ്രണയത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാണാണ്. അങ്ങനെ 2 പേരും തമ്മിൽ വീണ്ടും പ്രണയമായി. ഈ പ്രണയത്തിൻ്റെ ഉള്ളിൽ ഇത് സംഗമിക്കണം എന്നുണ്ടെങ്കിൽ ഭാര്യ ഇല്ലാതാവണ്ടേ. അവിടെയാണ് ഈ റീയൂണിയനിൽ വന്നൊരു ജീവിതം തകർത്തത്. ഇവർ 2 പേരും കൂടി തീരുമാനിച്ചു ഭാര്യ അങ്ങോട്ട് തീർത്ത് കളയാം. അങ്ങനെ ആദ്യം ഇയാൾ ട്രെയിൻ യാത്ര നടത്തി. ആ ട്രെയിൻ യാത്രയിൽ ഭാര്യയുടെ മൊബൈൽ ഫോൺ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഭാര്യ ഒരു ദൂരെ യാത്ര നടത്തിയിട്ട് ആ ട്രെയിൻ യാത്രയിൽ ഈ ഫോൺ മിസ്സായി എന്ന് അറിയണം. അതായിരുന്നു ഇവരെ പ്ലാൻ. അങ്ങനെ ഭാര്യയ്ക്ക് നന്നായിട്ട് മദ്യം നിർബന്ധപൂർവ്വം കുടിപ്പിച്ച് ഭാര്യയുടെ ബോധം കെട്ടപ്പോൾ വളരെ മൃഗീയമായിട്ട് കഴുത്ത് ഇതാക്കിയിട്ട് അവരെ ഇല്ലാതാക്കിയിട്ട് അവരൊരു ദൂരെ കാട്ടിൽ കൊണ്ടുപോയിട്ടു. ഈ കൊണ്ടുപോയിടുന്നത് ഈ കാമുകിയോടൊപ്പം ജീവിക്കാനാണ്. ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളും ഈ കാമുകിയും ചെന്നിട്ടാണ് സ്റ്റേഷനിൽ പരാതിപ്പെടുന്നത്. പക്ഷെ ഇവർ മുൻകൂർ ജാമ്യം എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസിന് സംശയമായത്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഈ പ്രേംകുമാറാണ് ഭാര്യയെ കൊന്നതെന്ന് മനസ്സിലായി. പ്രേംകുമാർ അറസ്റ്റിലായി. പിന്നെ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളല്ലേ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആജീവനാന്തം ജയിലൊന്നും കിടക്കൂല, വേഗം ജാമ്യം കിട്ടും. 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടും. അങ്ങനെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ട് പിന്നെ ഇതിൻ്റെ വിചാരണ എന്നുള്ള ഇയാൾ സുഖസുന്ദരമായിട്ട് നടന്നു. അങ്ങനെയാണ് ഇയാൾ ഇപ്പോൾ ഈ മരണപ്പെട്ട തൃശ്ശൂരിലുള്ള രേഖ എന്ന് പറയുന്ന ഈ സ്ത്രീനെ കാണുന്നത്. കണ്ടിട്ട് കുറച്ച് കാലം, ഒരു 5-8 മാസമേ ആയിട്ടുള്ളൂ. ഇവരെ ഭാര്യയായിട്ട് സ്വീകരിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ രേഖയാണെങ്കിലോ അവർക്ക് വേറൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, വേറെ സുഹൃത്തുക്കൾ, അങ്ങനെയൊക്കെ ഒരു നല്ല ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. അതൊക്കെ ഒഴിവായിട്ടാണ് ഇയാളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾക്ക് സംശയം, താൻ ചെയ്തതുപോലെ തൻ്റെ ഭാര്യയും എന്ത് ചെയ്യാൻ തുടങ്ങും? റീയൂണിയനിലൊക്കെ പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ കൂടെ. അങ്ങനെയാണ് ഈ ഉടായ്പ് നടത്തുന്നവൻക്ക് മറ്റുള്ളവരെയും ഉടായ്പായിട്ടാണ് കാണുക. ആ ഒരു സംശയമാണ് സത്യത്തിൽ ഈ 2ാമത്തെ ഭാര്യയും പ്രേംകുമാറി ഇല്ലാതാക്കാൻ കാരണം സ്വന്തം ആദ്യത്തെ ഭർത്താവിൻ്റെ ഫോട്ടോ, ഒരു സുഹൃത്തിൻ്റെ ഫോട്ടോ, തൻ്റെ ഫോട്ടോയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് കളർ എടുത്തിട്ട് ഈ ഒരു ഭാര്യ മരണപ്പെട്ട് കിടക്കുന്നതിൻ്റെ അവിടെ പ്രിൻ്റ് എടുത്ത് വെച്ച് ഇനി നീ ജീവിക്കണ്ട എന്ന് എഴുതി വെച്ചിട്ടാണ് ഈ പാവം സ്ത്രീനെ പ്രേംകുമാർ എന്ന കോട്ടയംകാരൻ ഇല്ലാതാക്കിയത്. അയാളെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ ഒന്നും പിടിച്ചിട്ടില്ല, ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റീയൂണിയനിൽ ചേർന്ന് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ഈ പ്രേംകുമാർ 2ാമത് ആ കാമുകിനെ ഒഴിവാക്കി 3ാമത് വേറൊരു പെണ്ണിനെ കെട്ടിയിട്ടും അയാളുടെ ഉള്ളിൽ തോന്നുന്നത് എന്താണ്? താൻ ജീവിച്ചതുപോലെ തൻ്റെ ഇപ്പോഴത്തെ ഭാര്യയും വേറൊരാളെ കൂടെ കൊണ്ടുപോകും, അല്ലെങ്കിൽ വേറൊരാളെ കൂടെ ജീവിക്കും. എന്നിട്ട് അതിനു വേണ്ടി ഇല്ലാതാക്കിയത് 3 സ്ത്രീകൾ, ഒരു ആദ്യത്തെ ഒരു ഭാര്യ, 2ാമത്തെ ഒരു ഭാര്യ, അവരുടെ അമ്മ.
നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒരു ക്രഷൊക്കെ ഉണ്ടായിരിക്കും ഓരോരുത്തരോട്. ആ ക്രഷുള്ള ആളുകളെ വീണ്ടും കാണുകയാണ്. സംസാരിക്കാൻ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ മൊബൈൽ ഫോണും എല്ലാ ആധുനിക ടെക്നോളജിയും ഉണ്ട്. അപ്പോൾ ഈ ബന്ധങ്ങൾ വീണ്ടും വലുതാവുക. ഇത് വലുതായിട്ട് എവിടെ കൊണ്ട് എത്തിക്കുന്നത്? ജീവൻ എടുക്കുന്നവരിലേക്ക് എത്തിക്കാം. നിങ്ങൾ എന്നെ പുരോഗമനപരമല്ലെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാലും ശരി, റീയൂണിയൻ ഗുണത്തേക്കാളേറെ ദോഷമാണ്. ഒരുപാട് കേസുകൾ നിങ്ങൾ സ്റ്റേഷനിലോ മറ്റോ അന്വേഷിക്കുക. ഇത്തരം റീയൂണിയൻ വന്നിട്ട് ജീവിതം തകർന്ന ഒരുപാട് കേസ് കാണാം. മാസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിൽ ഇതുപോലൊരു സ്ത്രീയും പുരുഷനും റീയൂണിയനിൽ ഒന്നായിട്ട് ഭർത്താവിനെ വെടിവെച്ച് കൊല്ലാൻ കൂട്ടുനിന്നത് ഈ ഭാര്യയാണ്. എത്രയോ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. ഇതൊന്നും തകരാത്ത കുറേയുണ്ട്, പറ്റിക്കപ്പെടുന്നവരുണ്ട്. റീയൂണിയൻ്റെ പേരിൽ എല്ലാവരും സംഗമിക്കും. അവിടെ നിന്നാവും ഈ ചെക്കനെ കാണുക. അപ്പോൾ ഇവൾക്കൊരാട്ടം, പണ്ട് പ്രണയിച്ചിരുന്നവരല്ലേ, ആ പഴയ പാട്ടും ആ പഴയ നൊസ്റ്റാൾജിക്കൊക്കെ പറഞ്ഞ് പിന്നെ ഇവർ കാറിൽ കറങ്ങാണ്. പാവം ഭർത്താവ് മണ്ടൻ, ഇതൊന്നും അറിയില്ല. ഇവൾ കാറിൽ കറങ്ങി ചിലപ്പം കുട്ടി ഉണ്ടാവും, കുട്ടിനോട് പറയും മംഗളാണെന്നൊക്കെ പറഞ്ഞ് കറങ്ങി പുറത്തുനിന്നുള്ള ജ്യൂസൊക്കെ കുടിച്ച് അത്യാവശ്യം നന്നായിട്ട് ആസ്വദിച്ച് സുഖിച്ച് കുറേ ഓനക്ക് കാശ് ചെലവാക്കിയാൽ മതി. ഇവൾക്ക് കുറേ കറങ്ങിയിട്ട് കാരണം ഭർത്താവിൻ്റെ കൂടെ കിട്ടാത്തത് എന്തോ കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്നത് പിന്നെ എവിടേക്കാണ് പോണത്? കുടുംബം തകർക്കുക. പല സ്ത്രീകളും ഈ ഒരു യൂണിയൻ്റെ പേരിൽ തല്ലുകൂടി ഭർത്താവിനെ മൈൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത ചില ഞാൻ അത് സ്ത്രീകളെ മാത്രം പറഞ്ഞൊന്നുമല്ല കേട്ടോ, പല പുരുഷന്മാരും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഭാര്യയേക്കാൾ വളരെ സ്നേഹം ആരോടാണ്? ഈ റീയൂണിയനിൽ ഓളെന്താണ് ഡ്രസ്സ് ഇടുന്നത്, അവിടെ എന്താണ് ഫുഡ് ഉണ്ടാക്കുന്നത്, അവരുടെ കാര്യം അന്വേഷിക്കാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ റീയൂണിയൻ എന്നുള്ളത് ഗുണത്തേക്കാളേറെ ദോഷമാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെയും റീയൂണിയനിലൊക്കെ ഉള്ള ആളുകൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഉണ്ട്. പക്ഷേ നമ്മളൊന്നും കമ്മ്യൂണിറ്റിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളോ അബദ്ധങ്ങളോ സംഭവിക്കില്ല. അത് സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചേരാം. സന്തോഷമാണ്, നമുക്കൊരാളെ സഹായിക്കാനും നമ്മുടെ പഴയ സൗഹൃദങ്ങൾ പുതുക്കാനൊക്കെ കാരണമാണ്. പക്ഷേ ഇത്തരം രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഈ റീയൂണിയൻ്റെ പേരിൽ വളരെ വലിയ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പരമാവധി നിരുത്സാഹപ്പെടുത്തുക. നിങ്ങളുടെ ഭർത്താക്കന്മാർ റീയൂണിയൻ്റെ പേരിൽ ഒരുപാട് കാശ് ചിലവാക്കാനും ഇതിന് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരാനൊക്കെ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉദ്ദേശം വേറെയാണ്. ഞാൻ ആരെയും സംശയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക അവെയർനെസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈദ് മുബാറക്ക് പറയാണ്. അപ്പോൾ ആരും ഇന്നലെ കമൻറ്റ് ഇട്ട് ചോദിച്ചിരുന്നു, ആ കമൻറ്റിന് മറുപടി പറയണം തോന്നുന്നു. ഒരു വീഡിയോയിൽ പറയണം എന്നാണ് അവർ പറഞ്ഞത്. ഇന്നലെ ആയിരുന്നല്ലോ അറഫാ സംഗമം. അപ്പോൾ ഇന്നലെയല്ലേ നോമ്പ് നോക്കേണ്ടത്? അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ പെരുന്നാൾ ദിവസം നോമ്പ് നോക്കണ പോലെ ഹറാമാവില്ലേ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എന്നാണ് ആ കമൻറ്റിൽ ഉണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അറഫാ സംഗമം സൗദിയിൽ ഇന്നലെയായിരുന്നു. അപ്പോൾ ഇന്നലെയല്ലേ അറഫാ ദിനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സുന്നത്ത് നോമ്പ് എടുക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ ഇന്നാണ് നോമ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് എടുക്കുന്നത് ഹറാമല്ലേ? കാരണം ഇന്ന് യോമുൻ നെഹർ പെരുന്നാൾ ദിവസമല്ലേ എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഇന്ന് പെരുന്നാളല്ല, ഇന്ന് അറഫാ ദിനമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നാണ് നോമ്പെടുക്കേണ്ടത്. പിന്നെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പെടുക്കൽ സുന്നത്താണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ നോമ്പെടുത്താലും ഈ കഴിഞ്ഞ ദിവസം ഒന്നും ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ്. പക്ഷേ ഇന്ന് നോമ്പെടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു ദോഷവുമില്ല, അത് ഹറാമും അല്ല. നമുക്ക് പെരുന്നാളല്ല. ഇസ്ലാമിക മതനിയമങ്ങൾ എന്ന് പറഞ്ഞത് ഒരു മാർപ്പാപ്പയുടെ ക്രിസ്ത്യാനികളുടെ മാർപ്പാപ്പ പോലെ ഒരാളെ കേന്ദ്രീകരിച്ചോ ഒരു മതനേതാവിനെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചോ കറങ്ങുന്ന ഒന്നല്ല. മക്ക കേന്ദ്രീകരിച്ച് കറങ്ങുന്ന ഒന്നല്ല, മദീന കേന്ദ്രീകരിച്ച് കറങ്ങുന്ന ഒന്നല്ല. നമ്മുടെ നാടിൻ്റെ പ്രാദേശികതയെ ഉൾക്കൊള്ളുന്ന ഒരു കർമ്മശാസ്ത്ര നിയമങ്ങളാണുള്ളത്. ഇവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ മഗ്‌രിബാവുന്നു, സൂര്യൻ ഉദിക്കുമ്പോൾ സുബ്ഹാവുന്നു, അതിൻ്റെ നേരങ്ങൾ മാറുന്നു. നമുക്കിവിടെ പെരുന്നാളെന്ന് എന്നാണ്, അതാണ് നമ്മുടെ പെരുന്നാൾ. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടല്ലേ അവിടുത്തെ ഉംറയും ഹജ്ജും അറഫയൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ രീതി കൊണ്ടുവരിക. ഹജ്ജിൻ്റെ പ്രധാന ചടങ്ങുകൾ അറഫാ സംഘം അവസാനിച്ചു. വളരെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് പോലും അപകടം പറ്റാതെ, കഴിഞ്ഞ വർഷം ആയിരക്കണക്കിന് ആളുകൾ ചൂടേറ്റ് മരിച്ചു വീണെങ്കിൽ ഇത്തവണ 47 ഡിഗ്രിയിൽ നിന്ന് ചൂട് 42 ഡിഗ്രിയിലേക്ക് കുറയുകയും ചെയ്തു. ഒരു പ്രശ്നവും ഉണ്ടായില്ല. കാരണം 10-4 തീർത്ഥാടകരോട് ആ ഒരു ടെൻറ്റിൽ തന്നെ നിൽക്കാൻ പറഞ്ഞത് എല്ലാവരും അത് കൃത്യമായിട്ട് പാലിച്ചു. അതിന് ശേഷമാണ് പലരും ആ ഒരു മൈതാനിയിലേക്കും മലകളിലേക്കും ഒക്കെ കയറിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു കുഴപ്പമില്ലാതെ അറഫാ സംഗമം കഴിഞ്ഞു ആളുകളൊക്കെ മുസ്ദലിഫയിലെത്തി. മുസ്ദലിഫയിൽ സുഖസുന്ദരമായിട്ട് തമ്പുകളൊന്നുമില്ല. എത്ര കോടികൾ കൊടുത്തിട്ട് വന്ന ആളാണെങ്കിലും അവിടെ തമ്പില്ലാതെ കഴിയണം. എന്നിട്ട് അവിടെ നിന്ന് ഹാജിമാർ കല്ലുകളൊക്കെ പിറക്കിയിട്ടെന്ന് ജംറയിൽ പോയി. ഇന്നാണ് ശരിക്കും ഹാജിമാർക്ക് തിരക്കുള്ളൊരു ദിവസം. കാരണം ഇതൊരു 15-20 കിലോമീറ്റർ ഹാജിമാർ പ്രായമുള്ള ആളാണെങ്കിലും വീൽ ചെയറിൽ കൊണ്ടിരുന്ന് നടക്കേണ്ടുന്നൊരു ദിവസമാണ്. കാരണം ഈ മുസ്ദലിഫയിലേക്ക് വന്ന് അവിടെ നിന്ന് ജംറകൾ എറിയാനുള്ള കല്ലുകൾ, അവിടെ രാപ്പാർത്ത് അവിടെ നിന്ന് ജംറകൾ എറിയാനുള്ള കല്ലെടുത്തിട്ടാണ് അവർ പിന്നീട് മിനയിൽ പോയി ജംറകളിൽ കല്ലെറിഞ്ഞ് കല്ലേറി കഴിഞ്ഞ് വന്ന്
ബലി നൽകാനുള്ളതുണ്ട്, അതേപോലെ അവർക്ക് തലമുണ്ടനം ചെയ്യാനുള്ളതുണ്ട്. എന്നിട്ട് അവർ ഇഹ്റാമിൻ്റെ വേഷം ഒഴിവാക്കി അവരുടെ നല്ല വേഷങ്ങളിട്ട് കഅബയിൽ വന്ന് തവാഫ് ചെയ്യലൊക്കെ ഇന്നൊരു ദിവസം നടക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. നമ്മൾ ആ ഹാജിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അറഫയിൽ ഏറ്റവും സുന്ദരമായ ദിനം അറഫ സംഗമം കഴിഞ്ഞു. 35 കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു എത്ര ഭാഷയിലാണ് അറഫ പ്രഭാഷണം ഉണ്ടായിരുന്നത്. 35 എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചൊരു വിവരം. ഞാനും കരുതിയിരുന്നത് 34 എന്നായിരുന്നു. ശരി ഉത്തരം അതാണ്. ഏറ്റവും ഒടുവിൽ അവരൊരു ഭാഷ കൂടി കൂട്ടി. അതുകൊണ്ട് 34 എഴുതിയ ആൻസർ കറക്റ്റാണ്. 35 എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയവരും. അതിൻ്റെ മലയാള പരിഭാഷകളൊക്കെ ഉണ്ട്. ഹജ്ജിൻ്റെ ഭാഗമായിട്ട് പുരുഷന്മാർക്ക് തലമുണ്ടനം ചെയ്യൽ സുന്നത്താണ്, തലമുടിയൊക്കെ വടിക്കൽ സുന്നത്താണ്. സ്ത്രീകൾക്ക് ഇങ്ങനെ തലമുടി വടിക്കുന്നതിൻ്റെ വിധി എന്താണെന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.